ഇത് കൊച്ചിൻ കോർപ്പറേഷൻ്റെ വിവാഹ മരണ സർട്ടിഫിക്കറ്റുകളും മറ്റ് ആവശ്യങ്ങൾക്കായിട്ടുള്ള പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഓഫീസാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെ യാതൊരുവിധ ബോർഡും സ്ഥാപിച്ചിട്ടില്ല. ഇവിടെ വലിയ തിരക്കാണ് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നത്. പോലീസ് വന്ന് ഇവിടെ റെഗുലേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒരു ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ അനധികൃതമായി CITUവിൻ്റെ ബാനർ കെട്ടിയത് കൃത്യമായിട്ട് കാണാം. കോർപ്പറേഷൻ്റെ ഓഫീസിൽ എന്ത് ആവശ്യങ്ങൾക്ക് എന്ത് സേവനങ്ങളാണ് ഇവിടെ ലഭിക്കുന്നത് എന്നുള്ളൊരു ബാനർ പോലും ഒരു ബോർഡ് പോലും വയ്ക്കാൻ കൊച്ചിൻ കോർപ്പറേഷന് സാധിക്കുന്നില്ല. പക്ഷേ അവിടുത്തെ സ്റ്റാഫ് യൂണിയൻ്റെ CITU കെട്ടിയിട്ടുണ്ട്. ഇത്തരം സേവനങ്ങൾ ഓൺലൈൻ മാർഗത്തിലൂടെ ജനങ്ങൾക്ക് നൽകാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ 5 വർഷമായിട്ട് സൗമിനി ജെയിൻ മേയറായ കോർപ്പറേഷൻ കട്ടുമുടിക്കുന്നതല്ലാണ്ട് ഇത്തരം സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ, ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കാൻ, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തും ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കുന്ന രീതിയിൽ യാതൊരു പ്രവർത്തനം കൊച്ചിൻ കോർപ്പറേഷൻ നടത്തുന്നില്ല. കൊച്ചിൻ കോർപ്പറേഷൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ മെട്രോ ഓടുന്ന കൊച്ചിൻ കോർപ്പറേഷനാണ് കമ്പ്യൂട്ടറൈസേഷൻ നടപ്പിലാക്കാത്ത ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. ഇത് പ്രത്യേകിച്ചും ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാഫിയയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഭരണപ്രതിപക്ഷ പാർട്ടികളുടെ ഒത്താശയോടുകൂടി ഇവിടെ കമ്പ്യൂട്ടറൈസേഷൻ നടത്താത്തത്. അതിൻ്റെ പരിണിത ഫലമായിട്ട് ദുരിതം അനുഭവിക്കുന്ന ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ്. ഇവിടുത്തെ സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം കൂടുന്നത് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കോവിഡ് കാലഘട്ടത്തിൽ പോലും റോട്ടിലേക്ക് നീണ്ടു നിൽക്കുന്ന ക്യൂ ആണ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഇന്നിപ്പോൾ പോലീസ് ഇടപെട്ട് ഇത് നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം മൂല കാരണം ഇവിടെ കമ്പ്യൂട്ടറൈസേഷൻ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. V4 കൊച്ചിയുടെ പ്രധാന വാഗ്ദാനം തന്നെ കൊച്ചി ഗവേണൻസ് സിസ്റ്റം നടപ്പിലാക്കും എന്നുള്ളതാണ്. ഇത്തരം നിയമവിരുദ്ധമായ അഴിമതി നടത്തിക്കൊണ്ടുപോകാനാണ് ഈ ഭരണപ്രതിപക്ഷ പാർട്ടികൾ ഇവിടെ ഈ കമ്പ്യൂട്ടറൈസേഷൻ നടപ്പിലാക്കാത്തതും ഇത്ര സേവനങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നതും. ഇതിനൊരു അറുതി വരുത്താനായിട്ട്, ഇത് അവസാനിപ്പിക്കാനായിട്ട് കൊച്ചി ഗവേണൻസ് സിസ്റ്റം നമ്മൾ നടപ്പിലാക്കും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട യാതൊരു ബോർഡും സ്ഥാപിച്ചിട്ടില്ല. പക്ഷേ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരുടെ യൂണിയൻ്റെ ഒരു LDF അനുകൂല CITU കോർപ്പറേഷനിലെ പ്രതിപക്ഷ യൂണിയൻ്റെ ബാനർ ഇവിടെ കെട്ടുന്നുണ്ട്. അങ്ങനെ ബാനർ കെട്ടാൻ പറ്റുന്ന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് പക്ഷേ ഇവിടെ എന്ത് സേവനമാണ് ലഭ്യമാക്കുന്നത് എന്നൊരു ബോർഡ് സ്ഥാപിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് കാണാം.